നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഏപ്രിൽ 26 ഒരു ഈവൻറ്റ് ഇവിടെ മധുരത്തിൽ ഇർഫാൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുബിലൻറ്റ് ബിസിനസ് സൊല്യൂഷൻസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഈവൻറ്റ് ഓർഗനൈസർ JBS ഒമാൻ എന്ന് പറയുന്ന ജുബിലൻറ്റ് ബിസിനസ് സൊല്യൂഷൻസ് കമ്പനിയാണ്. ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. നമ്മളിപ്പോൾ 6 മാസമായിട്ടുള്ളൂടെ ഒമാൻ മസ്കറ്റിൽ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഇൻറ്റു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റും Web3 ബേസ്ഡ് ടെക്നോളജി ഡെവലപ്പേഴ്സുമാണ്. ബിസിനസ് കൺസൾട്ടൻസി ഇവിടുത്തെ മസ്കറ്റിലെ നമ്മുടെ കമ്മ്യൂണിറ്റിയും പുറത്തുള്ള കമ്മ്യൂണിറ്റികളും ഇവിടെയുള്ള ഓൾ ഓവർ ബിസിനസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും പ്രശ്നങ്ങളും അവരെ സപ്പോർട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ക്രിയേറ്റീവ് ടീമാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഗാലയിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഫീസിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഓഫീസിൻ്റെ ഇനാഗുറേഷനാണ്. 2 മാസമായിട്ടുള്ളൂ പുതിയ ഫസ്റ്റ് ഓഫീസിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് 2 മാസം കൊണ്ട് നല്ല റെസ്പോൺസാണ് മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഈവൻറ്റ് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് കാണുന്നത്. മെൻ്റലിസ്റ്റ് ആദിയുടെ ഇൻസോംനിയ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. മെൻ്റലിസ്റ്റ് ആദ്യം വിദേശത്ത് പല രാജ്യങ്ങളിലും പെർഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നെക്കാളും കൂടുതൽ. അപ്പോൾ അവിടെ എല്ലാം അത്യാവശ്യം എല്ലാ പരിപാടികളും ഹൗസ്ഫുള്ളായിരുന്നു. പുള്ളിയുടെ ഈവൻറ്റ്സ് ഒന്നും ഇതുവരെ പുറത്തേക്ക് മീഡിയയിൽ പുറത്തു വിടാത്തതുകൊണ്ട് ഇറ്റ്സ് എ ലൈഫ് ഷോ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ആളുകൾ നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ്. എന്തുകൊണ്ട് മെൻ്റലിസ്റ്റ് ആദിയുടെ ഇവൻറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ലൈക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ പല ഇവൻറ്റ്സും നടക്കുന്നുണ്ട്. നമ്മൾ ത്രൂ ഔട്ട് ഇതിൻ്റെ ഹിസ്റ്ററി പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഇവിടെ പല ഇവൻറ്റ്സും നടക്കാറുണ്ട്. ബട്ട് എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ശാന്തമായിട്ട് പീസ്ഫുള്ളി വന്ന് നല്ല ഒരു ആംബിയൻസിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ചെറിയ ടിക്കറ്റ് നിരക്കിൽ വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ഇവൻറ്റ്. അപ്പോൾ ആ ഒരു തരത്തിലേക്കാണ് അതിനെ ക്ലാസ് ചെയ്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മദീനത്തിൽ ഇർഫാനിലാണ് നമ്മുടെ ഇവൻറ്റ് നടക്കുന്നത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിൻ്റെ അടുത്താണ് മദീനത്തിൽ ഇർഫാൻ. 3200ഓളം ആളുകളാണ് അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് നമ്മൾ കൊടുക്കുന്നത്. ടോപ്പ് നമ്പർ 10 GCCയിൽ വരുന്ന ഒരു ലൈവ് ഷോ തിയേറ്ററാണ്. അപ്പോൾ അവിടെ നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഇവൻറ്റ് വരിക എന്ന് പറയുന്നതിന് അത്യാവശ്യം നമുക്ക് പിന്നെ ബ്ലെസ്സിങ് ആണ്. അത് മാക്സിമം എത്രത്തോളം നമ്മൾ വിജയിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് 15ഓളം പാർട്ട്നേഴ്സ് ഉണ്ട്. സ്പോൺസേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കാത്തത് അവരൊക്കെ നമ്മളെ ക്ലയൻസ് ആയിട്ടുണ്ട്. ഓൾറെഡി ഇതിനകം സ്പോൺസേഴ്സ് ആയിട്ട് വന്നതാണ് അവർ. ബട്ട് നൗ ദേ ആർ ഇൻ ടു ലൈക്ക് 6 മാസം 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് നമ്മളായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. തുടർന്ന് ബുർജിൽ ഹോസ്പിറ്റലാണ് നമ്മുടെ മെഡിക്കൽ പാർട്ട്ണർ. അലോഫ്റ്റിൽ നമ്മൾ ഇരിക്കുന്ന ഹോട്ടൽ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി പാർട്ട്ണറാണ്. അതുപോലെ ഓട്ടാക്സി ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ. അങ്ങനെ വന്നിട്ട് 15 മുതൽ 20ഓളം വ്യവസായങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും കൂടിയാണ്. ബിസിനസ് തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഇവൻറ്റ് വരുമ്പോൾ ആ രാജ്യത്തിന് എന്തൊക്കെയാണ് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ നമ്മൾ ആളുകളെ എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ കുറേ അതിന് എന്തെങ്കിലും ടിക്കറ്റ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇവൻറ്റിൽ അവിടെ സംഭവിക്കുന്നത് കുറേ ബിസിനസ് കമ്മ്യൂണിറ്റികൾ പാർട്ട്ണർ ചെയ്ത് വരുന്നു, കുറേ ഓഡിയൻസ് അവിടെ വരുന്നു. ഇവരുടെ എല്ലാം ഒരു നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ പരസ്പരം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ഞങ്ങൾ ഈ ഇവൻറ്റിലൂടെ ശ്രമിക്കുന്നത്. ഇവിടെ 5 മുതൽ 18 വരെ 5 റിയാലാണ് ടിക്കറ്റ് ബേസിക് റേറ്റ്. 12 റിയാലാണ് ഇതിൻ്റെ മിഡിൽ കാറ്റഗറി. ഗോൾഡ് കാറ്റഗറി 12 റിയാലാണ്. അത് കഴിഞ്ഞ് ഇത് 18 റിയാലാണ് ഇതിൻ്റെ പ്ലാറ്റിനം കാറ്റഗറി. 5 റിയാൽ ഫോർ ജനറൽ ഓഡിയൻസ് ആണ്. ഓൺലൈനിൽ ടിക്കറ്റ് അവൈലബിൾ ആണ്. ബാക്കി വരുന്നത് നമ്മളെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റോറുകളിലും ഫിസിക്കൽ ടിക്കറ്റും അവൈലബിൾ ആണ്. ഓൺലൈനിൽ ebook.oman.com എന്ന് പറയുന്ന ഡൊമൈനിലാണ് ടിക്കറ്റ് വിൽക്കപ്പെടുന്നത്. അവിടെ അത് നമ്മുടെ തന്നെ ഡൊമൈനാണ്. അതും ഒരു സ്റ്റാർട്ടപ്പാണ്. അതൊരു മൾട്ടി വെൻഡർ വെബ്സൈറ്റ് ആണ്. ഇവിടെ ഒമാനിൽ 6 ഇവൻറ്റ് നടത്തുകയാണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ വന്നിട്ട് അവരുടെ സീറ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, വളരെ പ്രൊഫഷണലായിട്ട് ബുക്ക് മൈ ഷോ പോലെയുള്ള
ഡൊമൈനുകൾ ടിക്കറ്റ് വിൽക്കുന്ന പോലെ ഫ്രീ ആയിട്ട് 1 വർഷം വരെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇവന്റ് വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതിനുള്ളിൽ ആർക്കും ഇവന്റ് അവിടെ സെൽ ചെയ്യും. നമ്മളതിന് ഒരു കോസ്റ്റോ ചാർജോ ഒന്നും ആരുടെ വാങ്ങുന്നില്ല. ഇത് നമ്മുടെ തന്നെ ഇവന്റാണ് ഫസ്റ്റിലെ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവന്റിലൂടെ ഞാൻ പറഞ്ഞ ഫസ്റ്റിലെ കാറ്റഗറി സിൽവർ 5 റിയാലിൻ്റെ അത് ജനറൽ ഓഡിയൻസ് ആണ്. അവിടെ നമുക്ക് ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 12 റിയാലിലേക്ക് വരുമ്പോൾ ഒമാനി സ്റ്റുഡൻസിനും അതുപോലെ ടീച്ചേഴ്സ് ഫാക്കൾട്ടീസും ടീച്ചിങ്ങും അവരുടെ ഫാമിലിക്കും 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതിൻ്റെ കോഡ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ഓൾറെഡി ആ കോഡ്സ് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അവിടെ വന്നിട്ട് അവർക്ക് ആ പ്രൊമോഷണൽ കോഡ് എടുത്തിട്ട് അത് ക്ലെയിം ചെയ്യും. അതുപോലെ മെഡിക്കൽ സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫും ഇവർ നമ്മളെ കോവിഡ് സമയത്ത് കുറേ ഹെൽപ്പ് ചെയ്ത കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഈവൻറ്റിലൂടെ നമുക്ക് റിട്ടേൺസ് കൊടുക്കാന്നുള്ള ജസ്റ്റ് ഒരു കൺസിഡറേഷനാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് 10% അവർക്കും ടിക്കറ്റിൽ ഇളവ് കൊടുക്കുന്നത്, അവർക്കും അവരുടെ ഫാമിലിക്കും. അത് മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ്. പിന്നെ ഒമാൻ കോളേജും യൂണിവേഴ്സിറ്റിയും നമ്മൾ കേന്ദ്രീകരിച്ച് അവിടെയും 10% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. സൈക്കോളജി, ന്യൂറോ സയൻസ്, സൈക്യാട്രി ഈ 3 കോഴ്സുകളിലെ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാക്കൾട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ഇവന്റ് മെന്റലിസം എന്നൊരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് അവർക്ക് അത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ ഇനീഷ്യേറ്റീവിലാവുമ്പോൾ അത്രയും സന്തോഷമാണ്. പിന്നെ അപ്പോൾ ഈ ഒരു 5 റിയാലിൽ വരുന്ന കാറ്റഗറി ഓഫ് ആളുകളും 12 റിയാലിൽ വരുന്ന ഈ ഒരു കാറ്റഗറി ഓഫ് ആളുകളും പിന്നെ 18 റിയാലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെയുള്ള ഓഫർ കോർപ്പറേറ്റ് ഫാമിലികൾക്കാണ്. ഇവിടെ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് 5 ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 4 ടിക്കറ്റിൻ്റെ പ്രൈസ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. കൂടാണ്ട് അവർക്ക് 6 മാസം വരെ സെയിൽസ് കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് കൺസൾട്ടൻസി, സെയിൽസ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് ട്രെയിനിങ് ഫ്രീ ഓഫ് കോസ്റ്റാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന്. അത് 6 മാസത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും. അത് ഒരു ടിക്കറ്റ് ഈ ഒരു ഫാമിലിക്ക് ടിക്കറ്റ് എടുക്കുന്നതിലൂടെ അവർക്ക് 5 ടിക്കറ്റ് എടുക്കുമ്പോൾ 4 ടിക്കറ്റിൻ്റെ പ്രൈസ് എടുക്കേണ്ടതുള്ളൂ. അത് നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ പാക്കേജ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് അവർക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിലൂടെ അവർക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 6000 മുതൽ 10000 റിയാൽ വരെ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു ട്രെയിനിങ് ഓർ കൺസൾട്ടൻസി മേഖല 6 മാസത്തേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാം. അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ക്ലയൻസിനായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരം കൂടെയാണ് അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത്രയും പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ബിസിനസ്സിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക, ഇതാണല്ലോ നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ അതിനെ നമ്മളൊന്ന് ലൗഡാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവൻറ്റിൻ്റെ ഒരു വർഷം നടത്തുന്നത്. രണ്ടാമത്തെ ഈവൻറ്റിൽ വരുന്ന ആളുകൾ ഫുള്ളി എൻ്റർടൈൻഡ് ആവണം. അവർ കാശിനുള്ള മൂല്യം, അവർ മുടക്കുന്ന കാശിനുള്ള മൂല്യം അവർക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അവിടെ വരുന്ന ആളുകൾ ഞങ്ങൾ തമാശേനെ വരുന്നവരോ ടിക്കറ്റ് എടുത്തവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ വരുമ്പോൾ കവറായിട്ട് വന്നാൽ മതി എന്നാണ്. കാരണം കുറേ ഗിഫ്റ്റുകൾ അവർക്ക് അവിടെ ഈ വരുന്ന പാർട്ട്നേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ടൈം സ്ക്വയർ വാച്ചസ് എന്ന് പറയുന്നൊരു വാച്ചിൻ്റെ ഔട്ട്ലെറ്റ് അവർക്ക് വാച്ച് കൊടുക്കുന്നുണ്ട് ഗീവ് അവേ. കൊച്ചിൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 8 ഗ്രാമിൻ്റെ 5 കോയിന്, അതായത് 1 പവൻ്റെ 5 കോയിന് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അവിടെ വരുന്ന ലക്കി വിന്നേഴ്സിന് ടിക്കറ്റ് എടുക്കുന്നത്. കൂടാണ്ട് റിനോവാൻ ഓപ്റ്റിക്കൽസ് സൺഗ്ലാസസ് കൊടുക്കുന്നുണ്ട്. റക്കീസ എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ ഗ്രീൻ ഹൗസ് ഫാമിംഗ് കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രീൻ ഹൗസ് ഫാമിംഗ് കമ്പനി അവർക്ക് വിത്ത് ഫെർട്ടിലൈസർ സീഡ് പോക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വരുന്ന ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് കമ്പനിയാണ് കോർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനി. അവർ ഒമാനിൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയും ഈ വരുന്ന ആളുകൾക്ക് കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ 3200 പേർക്ക്, അത് ഗിവ് അവേ അല്ല, വരുന്ന എല്ലാവർക്കും 3200 പേർക്കും കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. വരുന്ന ആളുകൾക്ക് നമുക്ക് അവിടെ കുടിക്കാനുള്ള ജ്യൂസോ ഭക്ഷണവും സാധനങ്ങളും അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ വരുന്നതുകൊണ്ട് അവർക്ക് ഇതിലൊന്നും നഷ്ടപ്പെടാനില്ല. എല്ലാം നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. മോറോവർ ഇതിൽ വരുന്ന പാർട്ട്നേഴ്സും ഇതിൽ വരുന്ന ഗസ്റ്റുകളും ഇതൊരു എക്കോസിസ്റ്റമായിട്ട് മാറുക ചെയ്യുന്നു. അവർക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഡാറ്റ വിത്ത് ദെയർ കൺസെൻറ്റ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരുടെ റെസിഡൻഷ്യൽ അഡ്രസ്സിലേക്ക് ബുർജിയിലടക്കം കൊടുക്കുന്ന പാക്കേജുകൾ, സ്പെഷ്യൽ പാക്കേജുകൾ നമ്മുടെ വരുന്ന 15 to 20 പാർട്ട്നേഴ്സ് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉണ്ടാക്കുന്ന 3200 പേർക്കുള്ള
പാക്കേജസ്, അതുപോലെ കൂപ്പൺസ്, ഇതെല്ലാം ഇത്രയും ഓഫേഴ്സ് അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്ത് കൊടുക്കും. സോ അവർക്കൊരു ഇവന്റിൽ വരുന്നതുകൊണ്ട് എന്തൊക്കെ ഒരു മനുഷ്യന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക ഗസ്റ്റിന്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതും നിങ്ങൾക്ക് അറിയാം, മദീനത്തുൽ ഇർഫാനിലോ അല്ലെങ്കിൽ ഒമാൻ എക്സിബിഷൻ സെന്ററിലോ അത്തരം ഒരു ലെവൽ ഓഫ് വെന്യൂവിൽ വരുന്ന ഒരു ഇവന്റിന് സാധാരണ ചാർജ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഇതാവില്ല. അത്രയും കോസ്റ്റ് നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു വലിയ ചാലഞ്ചും കൂടെയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് അവർക്ക് ഒരു ഡെലിവറബിൾസ് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടീം വെൽ എക്യൂപ്ഡ് ആണ്. ഞങ്ങൾ 4 മാസം മുന്നേ ഇതിൻ്റെ പ്ലാനിങ് എല്ലാം തുടങ്ങി. ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് എന്തായിട്ടുണ്ട്, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ അവർക്ക് ഓൺലൈൻ ടിക്കറ്റിംഗ് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഓവറോൾ ഒരു രത്ന ചുരുക്കം ഇവന്റിൻ്റെ. ഇഫ് യു വാണ്ട് ടു നോ സംതിങ് എൽസ് യു കൻ ആസ്ക് മീ. How long will the performance be actually? Actually, yes. I just don't mention. Sorry about that. See, actually, the start ചെയ്യുന്നത് ഈവനിങ് 6 o'clock ആണ്. April 26 is a Friday because ആളുകളെല്ലാം ഈദിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം. Like 26th April Friday is 6 o'clock to 11 o'clock. It's the length of event. അതിൽ 5:45 ഷാർപ്പ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. അത് ഓൾറെഡി വി ഹാവ് മെൻഷൻഡ് ത്രൂ ഔട്ട് ദ പോസ്റ്റേഴ്സ്, ടിക്കറ്റ് എവ്രിവെയർ, ബിക്കോസ് ഇറ്റ്സ് എ മെന്റലിസം ആർട്ട് ഷോ. If somebody else come from outside between the show, it will be affected for the artist performance. So എല്ലാവരും ആ സമയത്തിന് എത്തണം. കാരണം we are inviting M.A. Yusufali. We are trying to invite him now. Just we are in connection. And Dr. Shamsir Wailil, we are trying to connect him now. Just we have sent the formal invitation. And the Sultanate of Oman Cultural Youth Sports Minister Tayazid, His Highness അവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആൾസോ ദ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഹിയർ ഹമൂദ് അൽ മൗവാലി. അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഗൾഫാർ മുഹമ്മദ് അലി, കിംചി, ടോപ്പ് ലെവൽ ആരൊക്കെയാണോ ഓൺടർപ്രണേഴ്സ് ഇവിടെ നമുക്ക് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ആ പോസ്റ്റിലേക്കൊക്കെ അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എക്സിബിറ്റ് ചെയ്ത് ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് നമ്മളെ ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം വി ആർ ജസ്റ്റ് ക്രിയേറ്റ്, ഐ ഓൾറെഡി ടോൾഡ് യു, വി ആർ ജസ്റ്റ് ക്രിയേറ്റിംഗ് ആൻ എക്കോസിസ്റ്റം ടു മ്യൂച്വലി ബെനിഫിറ്റ് എല്ലാവർക്കും. അപ്പോൾ ഇതിന് വരുന്ന ബുർജിയിലെ പരസ്പരം മറ്റ് പാർട്ട്നേഴ്സിനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് അവരുടെ ബിസിനസ്സിൽ പലതും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ കൽബി കഫിനേറ്റഡ് പാർട്ട്ണറായിട്ട് നമ്മൾ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതുപോലെ ഓപ്റ്റിക്കൽസ് ഉണ്ട്. ഓപ്റ്റിക്കൽസിന് ബുർജിയിലെ സഹായം തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റം ആയിട്ട് ലൈക്ക് BNI പോലെ നാട്ടിലൊരു എക്സാമ്പിൾ പറഞ്ഞു, BNI അല്ലെങ്കിൽ ഈ JCI ഒക്കെ പോലെ ഒരു ചെറിയ കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാനും കൂടെ നമ്മൾ ഇതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. നോട്ട് ഓൺലി ഫോർ ദി ഇവന്റ് ഓർ ജസ്റ്റ് എന്റർടൈൻഡ് ആവാന്ന് മാത്രമല്ല. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക്. So that's all about the JBS credo and aims and targets. Actually, we have multiple areas of activities. Like we are into marketing consultancy, sales consultancy, sales training. We are into AI development, metaverse. We are just communicating with the Department of Tourism now to develop the metaverse for the tourism of Oman. So, ഇങ്ങനെ പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നടത്തുന്നുണ്ട് പല ഭാഗത്തും. നമ്മൾ ബേസിക്കലി ഇൻറ്റു വെബ്3യിലെ ഒരു ന്യൂ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ബിസിനസ്സിന് എങ്ങനെയൊക്കെ നമുക്ക് അവരുടെ ടൈം കൺസംഷനെ കുറക്കാം, അവരുടെ പ്രോഫിറ്റ് ലെവൽ എങ്ങനെയൊക്കെ കൂട്ടാം, എക്സ്പെൻസ് എങ്ങനെ കുറക്കാം, ആളുകളുടെ സമയത്തിന് വില ഉണ്ടല്ലോ ആവശ്യം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ അവർക്ക് ഈ ടൂൾസ് എത്തിച്ചു കൊടുക്കാന്നുള്ളത്. ഇവിടെ ഇറ്റ്സ് വി നോ ദാറ്റ് ദ മാർക്കറ്റ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ബാക്ക്വേർഡ്, ബട്ട് ഓഫ് കോഴ്സ് ഇത് മുന്നോട്ട് വരും ഒരു സമയം അല്ലെങ്കിൽ മറ്റൊരു സമയം. ആ സമയം വരുമ്പോൾ നമ്മൾ തുടങ്ങിയോണ്ട് കാര്യമില്ല. വി ഹാവ് ടു ഷാർപ്പൻ അവർ ടൂൾസ് റൈറ്റ് നൗ. സോ ഓൾറെഡി വി ഹാവ് സീൻ ദാറ്റ് സുൽത്താൻ ഹൈത്തം സിറ്റി ഈസ് ഓൺ സെയിൽ നൗ. ജസ്റ്റ് വെൻഡേഴ്സിന് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ ദേ ഇൻവൈറ്റഡ് us for and അതുപോലെ our metro project is about to start. Something is happening here, transformation. So along with that നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുക. ഈവൻ ഈ രാജ്യത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ഒരു 1% നമുക്ക് കോൺട്രിബ്യൂട്ട് എവിടെയെങ്കിലും
ഈ ഒരു കോർഡിനേഷനിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. So we are just publishing 3,500 copies of corporate magazine, included all these partners profile and what they are doing here inside. ഇതൊക്കെ ചെയ്യുന്നത് ഇന്റേണലി ഈ വരുന്ന പാർട്ട്നേഴ്സും ഈ കൂട്ടായ്മയും their want എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ജസ്റ്റ് ഇന്ററാക്ഷൻ ത്രൂഔട്ട് വന്നുകൊണ്ടിരിക്കും. 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഇത് വലിയൊരു റിലേഷൻഷിപ്പ് ആണ്. പെർമിഷൻ എല്ലാം പോകുമ്പോൾ when you say insomnia and mental illness എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്? How is the permission solved? Quite an easy task to get the permissions or not? Actually it was, if we have a convincing power and if we have a good communication, we can convince anyone. That's what I believe. And also there is nothing wrong inside mentalism and this insomnia project. It's just entertaining people. And what we are leveraging at the end from this event, what I believe is what we are just exhibiting what is the power of mind. Like business people are coming, you can invite your kids there. No, they all are sitting inside these smartphones and all these kind of things. They just realize what the power of mind. Once you realize, you know that you all are successful people here sitting in front of me in various sectors. So if you realize the power of mind, you can do any stuffs here. No, you can solve any problems. There is nothing impossible in front of you if you can realize that. So what is the output we are giving? The message throughout this event is the power of mind only. Once you finish off this event and get out of the venue, you just think how it's happened and is it possible? Mentally Adi is a human being, not something came from other planet or something. And how are the ticket rates? Ticket rates I already told you, like it's 5 riyal in the starting and 12 riyal in the gold category, silver, gold and platinum. So silver is 5 riyal, then next come to gold it is 12, then 18 for platinum. Inside 5 riyal we don't have any packages, but in gold category we have offers for these teachers and their family, okay, and medical staff, paramedical and their family, and Omani students and their family. So this is how we give the discount. That coupon code you can get from our social media from JBS. So this is how we work out. And in platinum category, I already told you, we have another package where the corporate families can take 5 tickets. So they have to pay only for 4 tickets, and they will get 6 months our company's consultancy in sales, marketing, and sales and marketing training too. So this is the opportunity where they can use it very well. Like we have a good resource of team, we have well equipped and skilled marketing team, even planner team is there. So we already faced many challenges in our life. Right now I am sitting in front of you here. Myself, I have faced many failures in the beginning from India itself. I started my business career in my 21st age. Now I am 32. So all over the way, നമ്മൾ കുറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. Like we know what is the wrong and good. ഒരു ബിസിനസ് കണ്ടാലും ഒരു വ്യക്തിയെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലൈക്ക് അയാളുടെ ബിസിനസ് എവിടെയാണ് ഇരിക്കുന്നത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം, അതിനെന്താ സൊല്യൂഷൻ. കാരണം വി ഓൾറെഡി എൻകൗണ്ടേർഡ് ഓൾ ദീസ് പ്രോബ്ലംസ്. സോ ഇതാണ് നമ്മളെ എക്സ്പീരിയൻഷ്യൽ നോളജ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. മോറോവർ ഐ ആം ഓൾറെഡി ഗ്രാജുവേറ്റഡ്, ഐ ആം എൻ എഞ്ചിനീയർ ആൻഡ് ആൾസോ എൻ NLP അഡ്വാൻസ്ഡ് സർട്ടിഫൈഡ്. So we can do these stuff. We already proved, and many big clients like Almarai, they are just approaching us now. Lulu is approaching us now. So this is what ഇത്ര 2 മാസം കൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു എൻക്വയറീസ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. Approaching you for business consultancy. Yeah, like they are just having some meetings for these discussions. What we can do about, they have a marketing team, they have everything. But what we can do apart from that, we are just having an holistic approach here. We just don't want to go for a quotation in the initial stage. ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല. ആരുടെ അടുത്ത് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടല്ല പണിയെടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അവർക്ക് നമുക്ക് എന്താണ് അഡീഷണൽ ചെയ്ത് കൊടുക്കാൻ പറ്റാന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അത് കൊടുക്കുകയാണ് ഒരു പ്രോജക്റ്റ്. ലൈക്ക് ഐ ടോൾഡ് യു, ലൈക്ക് മെറ്റാവേഴ്സ്, ഒമാൻ ടൂറിസത്തിന്റെ മെറ്റാവേഴ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. അതാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റായിട്ട് സംസാരിച്ച് അവരുടെ വില്ലിങ്നെസ്സും കൺസെന്റും ചോദിക്കും നമ്മളിത് ചെയ്യട്ടെ.
ഇത് ചെയ്താൽ ഒമാൻ ടൂറിസത്തിന് ഇത്രയൊക്കെ. ഇതാണ് നമ്മളെ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ ആ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്തോ, ഇഫ് ഇറ്റ് ഈസ് സംതിങ് ഗുഡ് ഫോർ അസ്, വി ഡോണ്ട് ഹാവ് എനി എക്സ്പെൻഡിച്ചർ ഓൺ ദാറ്റ്. നല്ലതാണെങ്കിൽ നടക്കട്ടെ, രാജ്യത്തിന് ഗുണമല്ലേ. സോ വിൽ ഗെറ്റ് ദാറ്റ് പ്രോജക്റ്റ് ഇൻ ടു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഐഡിയാസ് ഫോം ചെയ്യുക. നമ്മൾ വെറും ഐഡിയാസ് മാത്രമായിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, ആക്ഷൻസ് ഇല്ലാണ്ട്. അപ്പോൾ ആ ഐഡിയാസ് ഫോം ചെയ്ത് അത് റെലവെൻ്റ് ആവണം, മാർക്കറ്റിൽ വയബിൾ ആവണം, ആ സാധനത്തിന് ഒരു ആക്ഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. അതിന് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മളുള്ളത്. വി ഡോണ്ട് ഹാവ് എ വർക്കിംഗ് ഹവേഴ്സ് ഇൻസൈഡ് അവർ ഓഫീസ്. യു ക്യാൻ വിസിറ്റ് അവർ ഓഫീസ്. വരുന്ന ഫ്രൈഡേ ആണ് നമ്മുടെ സെക്കൻഡ് ഓഫീസിൻ്റെ ഇനാഗുറേഷൻ. യു ക്യാൻ കം ആൻഡ് ഹാവ് എ വിസിറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് ഓഫീസ്. ലൈക്ക് ഒരു ഡിഫറെൻറ്റ് വർക്കിംഗ് കൾച്ചറാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാവും വേറെ ഓഫീസുകൾ, ബട്ട് ഇറ്റ് വിൽ ബി റെയർ. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. Like we don't have time bound to work there. Maybe you can see people inside my office at 2 o'clock or 3 o'clock. Okay, it's not compulsory to work like that, but they are working out of their passion. Okay, anything? ഇവിടെ റോൾ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ ആക്ടർ? Bobby Chammannur, it's like Bobby. We contacted Bobby because he don't have any business here. I think in Oman. We already discussed with him. Like he is willing to start something here. Planning under something. പുള്ളിയുടെ എന്തോ ദുബായിലേക്കുള്ള പ്രോഡക്റ്റ്, എന്തോ ടീൻ്റെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് പദ്ധതിയുണ്ട്. സോ വി ആർ ആക്ടിങ് ലൈക്ക് എ കോൺസൾട്ടൻസ് ഫോർ ദം ഹിയർ. ലൈക്ക് അത് വന്നിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ അലോങ് വിത്ത് ദാറ്റ് ഹി ഈസ് ഓൾസോ ഗസ്റ്റ് ഇൻസൈഡ് ദിസ് ഈവെന്റ്. രാജേഷ് ചെർപ്പല പിന്നെ ആക്ടർ അബു സലീം, he is a guest here and he is my relative too. So he'll be coming for the event. He'll be here for 1 week. കൺവെൻഷനിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇഷ്യൂ ആയിട്ട് മാറില്ല സാധാരണപ്പെട്ട ആൾക്കാർക്ക്. കാരണം actually most of the people here they're just having vehicles, but if somebody has that issue, we already collaborated with the Autotaxi and we can give some additional packages. We are yet to announce that. Discount coupon ഉണ്ടാവും. നമുക്കൊരു പ്രൊമോഷണൽ കോഡ് നിങ്ങൾ ഓട്ടോടാക്സിയിൽ ബുക്ക് ചെയ്യുമ്പോൾ വിൽ അനൗൺസ് ദാറ്റ് ഇൻ സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് ആ കൂപ്പൺ ഉപയോഗിച്ചാൽ ഓട്ടോടാക്സിൽ നിന്ന് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് കിട്ടും വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾറെഡി ഓട്ടോടാക്സി ഈസ് പ്രൊവൈഡിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ആർട്ടിസ്റ്റ് ആൻഡ് ദ crew coming inside. And Aloft is giving the accommodation facilities. 5:30 morning people. 5:45 is the gate closing time, and you know this 3200 crowd എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആളുണ്ടാവും. സോ ആ ഇൻഫ്ലോ ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറി ഓഫ് ടിക്കറ്റിന് നമ്മൾ എന്ത് ചെയ്യും, പരിപാടിയുടെ മുന്നേ ആയിട്ട് അതിന്റെ സമയം നമ്മൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്. സ്റ്റുഡൻസിന് ഏജ് ഉണ്ടോ? ഇല്ല, ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ലൈക്ക് വി ഡോണ്ട് ഹാവ് സംതിങ്, അങ്ങനെ ഒരു സ്ക്രീൻഡ് അല്ലല്ലോ, അത്ര അങ്ങനത്തെ അങ്ങനെ പരിപാടിയില്ല. എക്സ്പാർട്ട് ലൈക്ക് ഞങ്ങൾ ഒമാൻ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അതിൽ ആ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ടുള്ളത്. എക്സ്പാർട്ട് സ്റ്റുഡൻസ് ഇവിടെ അത്ര ഉണ്ടോ എന്നുള്ളത് ഉണ്ടല്ല. സോ നിങ്ങളൊരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യും. അപ്ഡേറ്റ് ദാറ്റ് പാക്കേജ്. നമ്മൾ വിൽ ആഡ് ഇറ്റ്. ഇന്ത്യൻ സ്കൂളിൽ മാത്രം 50,000 രൂപ. ഇന്ത്യൻ സ്കൂളിൽ മാത്രം. We will add that package to work on your request. No, like we are just here to help people, so anything is work out. ഇനിയെന്തേലുണ്ടോ? ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇവര് രാംദാസ് Anil, he is the marketing coordinator for our company. He is having business here. He is the partner in Zahrat Dubai Perfumes. And our father, Ramdas's father, he was an ex-employee in Almarai, country manager. Now he is resigned. So all together we are a team now. They couldn't come here for the press meet. So coming Friday is our second office. Branding and creative office is opening. സെയിം ഗാലയിലാണ്. സെന്റാറ മസ്കറ്റ് ഹോട്ടലിന്റെ അടുത്താണ് നമ്മുടെ ഓഫീസ്. അതിൽ ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ ഓഫീസാണ്. സെന്റാറ മസ്കറ്റ് ഹോട്ടലിലെ നെസ്റ്റോന്റെ ഓപ്പോസിറ്റ്, അതിന്റെ ലാസ്റ്റ് ലൈനിലെ ബിൽഡിംഗ്. അവിടെ ബോർഡ് ഉണ്ട് JPS ഒമാൻ. ഇനി എന്ത് ചെയ്യണ്ടോ? ഓക്കെ. ഇഫ്താറിന്റെ കാര്യം ഇഫ്താർ ഉണ്ടോ? അതുണ്ടല്ലോ.
അത് ഇഫ്താർ നമുക്ക് സമയമായല്ലോ അല്ലേ? 5 ഇല്ല, മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് 6:20 6:24 നമ്മൾ ഇറങ്ങും, അപ്പോഴേക്ക് സമയമാവും. എവിടെ അറേഞ്ച്മെന്റ് താഴെ. ഹോട്ടൽ അവിടെ തന്നെ താഴെ. ഇല്ല ടൈം ഓക്കെ We are open, ഒരു കാര്യം കൂടെ, we are open for interest. റിലയൻസിന്റെ M-Pipe എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. M-Pipe എത്ര അറിയുന്നറിയില്ല. റിലയൻസിന്റെ M-Pipe അവർ AI എഡ്യൂക്കേഷൻ സെക്ടറിലാണ് അവരുടെ ഫോക്കസ് ഏരിയ. They are just collaborating with us now for Oman with the education department here. Right,